മോർണിംഗ് ടാസ്ക് വേണ്ട വിധം പ്രയോജനപ്പെടുത്തുന്ന ഒരു വ്യക്തിയാണ് ജിൻഡോ. അതെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇന്നത്തെ മോർണിംഗ് ടാസ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബിഗ് ബോസ് ഒരു സ്ക്രിപ്റ്റഡ് ആണോ, നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നുള്ള പങ്കുവെക്കാനാണ് മത്സരാർത്ഥികളോട് ആവശ്യപ്പെടുന്നത്. എല്ലാവരും അവരുടേതായ രീതിയിൽ പറയുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ജിൻഡോ വന്ന് പറയുന്നുണ്ട്. ജിൻഡോ പറയുന്നത് ഞാൻ ഇവിടോട്ട് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ പലരും വിളിച്ചു പറഞ്ഞു, എടാ ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം, അങ്ങനെ ചെയ്യാൻ നിനക്ക് യാതൊരുവിധ കുഴപ്പമില്ല, എല്ലാ സാധനങ്ങളും കിട്ടുമെന്നൊക്കെ പറഞ്ഞത് അവരെല്ലാം കണ്ടം വഴി ഒഴിക്കണം. ഇവിടെ ഒരു മാസം നിന്നവർക്ക് ഏത് പാതാളത്തിൽ പോയാലും അവിടെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റും എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറയുന്നു. അതുപോലെ ഉപ്പ് കിട്ടാത്ത കാര്യങ്ങൾ പറയുന്നുണ്ട് ജിൻഡോ. അതുപോലെ തന്നെ ഇവിടോട്ട് ഞാൻ ബിഗ് ബോസിലോട്ട് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞു, എടാ നിനക്ക് നല്ല ആഹാരം അവിടെ കിട്ടും, നല്ലോണം ആഹാരം ഉണ്ടാക്കാം എന്നൊക്കെ. അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആദ്യമേ ഇവിടെ വന്നപ്പം വർക്കൗട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇരുന്നത്. പക്ഷേ ആദ്യമേയൊക്കെ എന്നിട്ട് ബോഡിയൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ ഇവിടെ ഇരുന്നത്. പക്ഷേ ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് മനസ്സിലായി ഇവിടെ അങ്ങനെയൊന്നും കിട്ടത്തില്ല. ഇവിടെ റേഷൻ സമ്പ്രദായമാണ്, ഉള്ള ബോഡിയും കൂടെ പോകത്തേ ഉള്ളൂ. അങ്ങനെ ഞാൻ ഇവിടുമായിട്ട് പൊരുത്തപ്പെട്ടു പോയി. പിന്നെ എനിക്ക് അധികം സംസാരിക്കാനൊന്നും അറിയാൻ വയ്യാത്തൊരു വ്യക്തിയാണ്. പക്ഷേ ഞാൻ പറയുന്ന വാക്കുകൾക്കെല്ലാം ഔട്ട് പോകുമ്പോൾ വേറെ പല അർത്ഥങ്ങളുണ്ടാകും. പക്ഷേ പലപ്പോഴും എനിക്ക് തെറ്റ് പറ്റാറുണ്ട്. അതൊക്കെ എൻ്റെ കൂട്ടുകാരെ പറഞ്ഞു തിരുത്താൻ, എൻ്റെ എന്ത് തെറ്റുകളും തിരുത്താൻ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ഇവിടെ ഉണ്ട്. അവരോരോന്നും എനിക്ക് തിരുത്തി തരും. ഇങ്ങനെ പറയരുത്, അങ്ങനെ പറയരുത്, അത് ഔട്ട് പോകുന്ന എന്നൊക്കെ പറയുന്നു. അവരെല്ലാം ഓരോന്ന് തിരുത്തി തരും എന്നൊക്കെ പറയുന്ന ജിൻഡോയെ, എല്ലാവരുമായിട്ടൊരു സൗഹൃദ മനോഭാവത്തിൽ പോകുന്ന ജിൻഡോയാണ് നമുക്കിവിടെ കാണാൻ പറ്റിയത്. ആരെയും പേരെടുത്ത് പറഞ്ഞൊന്നും ചെയ്യുന്നില്ല. ജിൻഡോയ്ക്ക് മനസ്സിലായിട്ടുണ്ട്, ഗെയിമെല്ലാം കഴിഞ്ഞു, 75 ദിവസം കഴിഞ്ഞിരിക്കുന്നു, ഇനിയും ആരുമായിട്ടും അങ്ങനെ ഇടിക്കോ ബഹളത്തിനോ ഒന്നും പോകേണ്ട കാര്യമില്ല, സൗഹൃദമായിട്ട് പോവുക എന്നായിരിക്കും ജിൻഡോ ഉദ്ദേശിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇന്നത്തെ മോർണിംഗ് ടാസ്കിലാണ് ജിൻഡോ ഇതൊരു ടാസ്ക് കഴിഞ്ഞിട്ട് എല്ലാവരും കൈയടിച്ച് അഭിനന്ദിക്കുന്നത് ആദ്യമായിട്ടാണ്. രസകരമായി ജിൻഡോ പറഞ്ഞു പോയി. ജിൻഡോയ്ക്ക് വലുതായിട്ട് വാക്കുകളൊന്നും എടുത്ത് പ്രയോഗിക്കാനൊന്നും അറിയില്ലെങ്കിലും വളരെ രസകരമായിട്ട് ജിൻഡോ ഈ ടാസ്ക് കംപ്ലീറ്റ് ആയി. അധികമൊന്നും പറഞ്ഞില്ല, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ജിൻഡോ അവസാനിപ്പിച്ചു. എല്ലാവരും ജിൻഡോയുടെ വാക്കുകൾ കയ്യടിയോട് സ്വീകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു നേട്ടമായിട്ട് എനിക്ക് തോന്നുന്നത്. ആദ്യത്തെ സംഭവമാണെന്ന് തോന്നുന്നു ബിഗ് ബോസിൽ ജിൻഡോ പറഞ്ഞത് എല്ലാവരും കൂടെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നത്.